കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകിട്ട് 71 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തർക്കം നിലനിൽക്കുന്ന സീറ്റുകളിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല. എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിലും അനിശ്ചിതത്വം. കടുത്ത നിലപാട് തുടർന്ന് സുധാകരനും അടൂർ പ്രകാശും. ഡൽഹിയിലെത്തിയ സുധാകരനുമായി ചെന്നിത്തല ചർച്ച നടത്തി. സുധാകരനായി കണ്ണൂരിൽ പോസ്റ്റർ, നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി അടൂർ പ്രകാശ്. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. തിരുവമ്പാടി മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. തവനൂർ സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള നീക്കം ഉപേക്ഷിച്ചു. പുനലൂരും കോങ്ങാടും കോൺഗ്രസിന് കൈമാറാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോ നാളെയോ. തൊടുപുഴയിൽ തലമുറ മാറ്റം. PJ ജോസഫിന് പകരം തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ട്. CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിച്ച TK ഗോവിന്ദനെ പുറത്താക്കി. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM വിമതരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ്. A സുരേഷിന് കോൺഗ്രസ് അംഗത്വം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിക്ക് വീണ്ടും കുരുക്ക്. രാജിവർക്കെതിരെ തെളിവില്ലെന്ന വിചാരണ കോടതിയുടെ പരാമർശം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. SITയുടെ അപ്പീലിൽ തന്ത്രിക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം. അപകടം മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ. രോഗികളെ ഒഴിപ്പിച്ചു. പുക ശ്വസിച്ച് 2 ജീവനക്കാർക്ക് ശ്വാസതടസ്സം. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി. കൊലപാതകമടക്കം വകുപ്പുകൾ തെളിഞ്ഞു. ശിക്ഷ മറ്റന്നാൾ. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. മൂന്നാഴ്ച കൂടി യുദ്ധം നടത്തുന്നതിന് വിശദമായ പദ്ധതി തയ്യാറെന്ന് ഇസ്രായേൽ. ഭീഷണിപ്പെടുത്താനുള്ള ഇറാന്റെ ശേഷി ദുർബലമാക്കുകയാണ് ലക്ഷ്യം. ഹോർമുസ് പിടിച്ചെടുക്കാൻ സഹായം തേടിയിട്ടും ട്രംപിനോട് മുഖം തിരിച്ച് ലോകരാജ്യങ്ങൾ. വീണ്ടും ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം. LPGയുമായി 2ാമത്തെ കപ്പൽ ഇന്ത്യൻ തീരത്ത്. ആന്റണി രാജുവിന് മത്സരിക്കാനുള്ള അയോഗ്യത നീങ്ങുമോ? തൊണ്ടിമുതൽ കേസിൽ നിർണായക വിധി അല്പസമയത്തിനകം. കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. അയോഗ്യതാ കേസിൽ വെള്ളാപ്പള്ളിക്ക് തിരിച്ചടി. അപ്പീൽ ഉടൻ പരിഗണിക്കില്ല. അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകിട്ട്. 71 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. തിരുവനന്തപുരത്തെ 5 മണ്ഡലങ്ങളടക്കം തർക്കം നിലനിൽക്കുന്ന സീറ്റുകളിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല. എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ കടുത്ത നിലപാട് തുടരുകയാണ് സുധാകരനും അടൂർ പ്രകാശും. ഡൽഹിയിലെത്തിയ സുധാകരനുമായി രമേശ് ചെന്നിത്തല ചർച്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, എംപിമാർ മത്സരിക്കണോ എന്ന കാര്യത്തിലുള്ള തീരുമാനമല്ലേ ഇനി ബാക്കിയുള്ളൂ? പിന്നെ ഏതാനും സീറ്റുകളുടെ കാര്യത്തിൽ ഒന്നിലേറെ പേരുകൾ വന്നതുകൊണ്ടുള്ള പ്രശ്നം. സുധാകരനും അടൂർ പ്രകാശും അനുനയ നീക്കങ്ങൾക്കില്ല എന്നാണോ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? ഇന്ന് പുലർച്ചെ വരെ നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് ഒടുവിലാണ് 71 മണ്ഡലങ്ങളിൽ ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എത്തിയിരിക്കുന്നത്. ആ പേരുകളാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുന്നത്. അതിന് അംഗീകാരം നൽകുന്നത് CEC ആണ്. CECയുടെ യോഗം വൈകുന്നേരമായിരിക്കും ചേരുക. അതിനുശേഷമായിരിക്കും ഈ പട്ടിക പുറത്തു വരികയെന്നാണ് വിവരം. പക്ഷേ ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം കണ്ണൂരിൽ നിന്ന് സുധാകരനും കോന്നിയിൽ നിന്ന് അടൂർ പ്രകാശും മത്സരിക്കുമോ എന്നതിലായിരുന്നു. സംസ്ഥാന നേതൃത്വം അഡമൻ്റായ നിലപാട് തുടരുകയാണ്. എംപിമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇളവ് നൽകി മത്സരിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് നേരത്തെ ആവർത്തിച്ചതാണ്. അത് വീണ്ടും അവർ പരസ്യമായും കമ്മിറ്റിയിലും അതേ കാര്യം തന്നെയാണ് നേതാക്കൾ ആവർത്തിച്ചിരിക്കുന്നത്. അതേസമയം സാമുദായിക സമവാക്യങ്ങൾ അടക്കം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് അടൂർ പ്രകാശും സുധാകരനും സമ്മർദ്ദം തുടരുന്നത്. അത് ഫലം കാണുമോ എന്ന് രമേശ് ചെന്നിത്തല സുധാകരനുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം പിന്നീട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും
രാഹുൽ ഗാന്ധിയുമായും കെ സുധാകരൻ ഒരുപക്ഷെ പാർലമെന്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയേക്കാം. ആ ചർച്ചകൾക്കൊടുവിൽ ഇതിലൊരു അന്തിമമായ ചിത്രം തെളിയും. സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് അയവ് വരും. സുധാകരൻ നിർദ്ദേശിക്കുന്ന മറ്റൊരു പേര് കണ്ണൂരിലേക്ക് പരിഗണിക്കേണ്ടതായി വരും. ഇപ്പോൾ നിലവിൽ കണ്ണൂർ, കോന്നി, അതുപോലെ തന്നെ കോവളം, പെരുമ്പാവൂർ, തവനൂർ ഇങ്ങനെയുള്ള സീറ്റുകളിലുള്ള തർക്കമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സീറ്റുകൾ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള സീറ്റുകളിലേക്ക് ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാം, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുമോ? എം പിമാരുടെ പേരുകൾ ഇന്ന് പുറത്തുവിടുന്ന പട്ടികയിൽ ഉണ്ടാകാൻ ഇടയില്ല. അതിനുള്ള ഒരു സാധ്യതയുമില്ലെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഈ തർക്കങ്ങൾക്കൊടുവിൽ സമ്മർദ്ദങ്ങൾ ശക്തമാക്കിയിരിക്കുന്ന എം പിമാരെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ മറ്റൊരു ഘട്ടത്തിലേക്ക് ചർച്ചകൾ മാറുകയുള്ളൂ. അങ്ങനെയെങ്കിൽ രണ്ടാമത് നിർദ്ദേശിക്കുന്ന പട്ടിക ഹൈക്കമാൻഡിൻ്റെ പട്ടികയായിരിക്കും. അതായത് സംസ്ഥാന നേതൃത്വം കൈമാറിയിരിക്കുന്ന തർക്കം നിലനിൽക്കുന്ന മണ്ഡലങ്ങളിലെ അടക്കം കാര്യത്തിൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുത്തുകൊണ്ട് രണ്ടാമതൊരു പട്ടിക ഇറക്കും. ആ പട്ടികയിലായിരിക്കും തർക്കം നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒറ്റ പേരിലേക്ക് എത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ. ആദ്യഘട്ടത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലൂടെ വിശദമായ ചർച്ചകൾക്കൊടുവിൽ 3 പേരുകളിൽ നിന്ന് ചുരുക്കപ്പട്ടിക 1ലേക്ക് എത്തിയ 71 മണ്ഡലങ്ങളുടെ കാര്യത്തിലായിരിക്കും ഇന്ന് കൃത്യമായ ഒരു ചിത്രം തെളിയുക. അവിടെയാണ് ചില അഭ്യൂഹങ്ങൾ പരക്കുന്നത്, കോവളവുമായും പെരുമ്പാവൂരുമൊക്കെയായി ബന്ധപ്പെട്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം അത് തള്ളിക്കളയുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ കാത്തിരിക്കൂ, കൃത്യമായ ലിസ്റ്റ് പുറത്തു വരുന്നവരെയുള്ള ആയുസ് ഈ വാർത്തകൾക്കുള്ളൂ എന്ന് പറഞ്ഞ് ഈ വിവരങ്ങളെയൊക്കെ നിഷേധിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എന്തായാലും വൈകുന്നേരത്തോടെ ഈ 70 പേരുടെ പട്ടിക, 70ഓ 71ഓ പേരുടെ പട്ടിക പുറത്തു വരുമെന്നാണ് സൂചന. അതിന് മുന്നോടിയായിട്ടുള്ള CEC മീറ്റിംഗ് വൈകുന്നേരം ചേരും. ആ മീറ്റിംഗിലായിരിക്കും ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പട്ടികയ്ക്ക് അംഗീകാരം നൽകുക. അതേസമയം എം പിമാരെ അനുനയിപ്പിക്കാനുള്ള നീക്കം മറുവശത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. അനുനയ ശ്രമത്തിന് വഴങ്ങില്ല, കണ്ണൂരിൽ മത്സരിക്കണമെന്ന നിലപാടിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടായിരിക്കും ഇതിൽ നിർണായകമായി മാറുക. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എം പിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കെ സുധാകരൻ വഴങ്ങിയിട്ടില്ല. അടൂർ പ്രകാശ് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വരെ വാങ്ങിയിട്ടുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി. അങ്ങനെ എം പിമാരുടെ ഒരു സമ്മർദ്ദം, അത് അടൂർ പ്രകാശിന്റെയും കെ സുധാകരന്റെയും ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരന്റെ സമ്മർദ്ദമാണ് ഇപ്പോഴും മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഉള്ളത്. സുധാകരനെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇത് 3ാമത്തെ ദിവസമാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് കോൺഗ്രസ് ക്യാമ്പുകളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തിരുവമ്പാടി മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. തവനൂർ സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. പുനലൂരും കോങ്ങാടും കോൺഗ്രസിന് കൈമാറാൻ തീരുമാനമായിട്ടുണ്ട്. പകരം സീറ്റുകൾ ഏതെന്ന് ഉടൻ തീരുമാനിക്കുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചു. ഇന്ന് വൈകിട്ടോ നാളെയോ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. PMA സലാമിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. നിങ്ങളൊക്കെ അറിയുന്ന പോലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ പാർട്ടി ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ആ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളെയും മുതിർന്ന നേതാക്കളെയുമായി അദ്ദേഹം അഭിപ്രായ ആശയവിനിമയം നടത്തി. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ MLA-മാരെയും പ്രധാനപ്പെട്ട മലബാറിലെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയുമാണ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ആ ചർച്ച ഇന്നത്തോടു കൂടി പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ തീരുമാനം എടുക്കുക. ഏതായാലും വൈകില്ല, ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളേക്ക് അപ്പുറം പോകില്ല. കോൺഗ്രസുമായിട്ട് സീറ്റ് ചർച്ചകളൊക്കെ പൂർത്തിയായി, ഒക്കെ പൂർത്തിയായി, ഒക്കെ തീർന്നു. ഒരു തർക്കമില്ല. വളരെ സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇല്ല, തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. മറ്റ് 2 സീറ്റുകൾ ഞങ്ങൾ ഇന്നത്തോടു കൂടി ചെയ്യും. പ്രശ്നങ്ങളൊന്നുമില്ല. തിരുവമ്പാടി ഇന്നലെ രാത്രിയോടുകൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചു മുസ്ലിം ലീഗിന്റെ മത്സരം. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. തവനൂരിൽ കോൺഗ്രസും മത്സരിക്കും. ഇക്കാര്യത്തിൽ ഇനി മാറ്റമില്ല എന്നാണ് PMA സലാമിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. MLA-മാരുമായും ജില്ലാ ഭാരവാഹികളുമായും പാണക്കാട് സാദിഖലി തങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. CV അനുമോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോൾ പുനലൂരും കോങ്ങാടും കോൺഗ്രസിന് നൽകുക, പകരം സീറ്റുകളുടെ കാര്യത്തിൽ പക്ഷേ ധാരണ വരുന്നില്ലല്ലോ. അതിനായി കോൺഗ്രസിന്റെ സീറ്റ് ചർച്ച പൂർത്തിയായതിനു ശേഷം വീണ്ടും ചർച്ച നടത്തുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ പുനലൂർ കോങ്ങാട് ഒഴിച്ചിട്ടുകൊണ്ട് മറ്റ് സീറ്റുകൾ പ്രഖ്യാപിക്കുക, ഇതാണോ ഇപ്പോൾ ലീഗിന്റെ തീരുമാനം? 27-ലും പ്രഖ്യാപനം ഉണ്ടാവുകയില്ലേ?
മഞ്ജുഷ, സീറ്റ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടെയോ നാളെയോടെയോ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് അറിയാൻ കഴിയുന്നത്. ഈ ലീഗിൻ്റെ സീറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇന്നലെ സംസ്ഥാന നേതൃത്വത്തിലെ ഓരോ ഭാരവാഹികളെയും നേരിട്ട് 1-to-1 ആയിട്ട് എന്ന് തന്നെ പറയാം, അങ്ങനെയായിരുന്നു കൂടിക്കാഴ്ച. ഇന്ന് ജില്ലാ ഭാരവാഹികളും MLA-മാരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ജില്ലയിലെ എല്ലാ MLA-മാരും ഏകദേശം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലാ ഭാരവാഹികളും കൊല്ലം ജില്ലാ ഭാരവാഹികളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ ഓരോരുത്തരുമായിട്ട് നേർക്ക് ചർച്ചകളാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നേരത്തെ EMS എല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി 2 സീറ്റുകളിൽ, അതായത് കോങ്ങാടും പുനലൂരും, ഇത് സംബന്ധിച്ചുള്ള വെച്ചുമാറ്റം അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് സീറ്റ് പകരം എന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ കോങ്ങാട് സീറ്റുമായിട്ടുള്ള വെച്ചുമാറ്റത്തിൽ ചേലക്കരയും അതുപോലെ തന്നെ നാട്ടികയും അതുപോലെ തന്നെ ബാലുശ്ശേരിയും ഒക്കെ പറഞ്ഞ് ചർച്ചകളിൽ നിറഞ്ഞിരുന്നു. പക്ഷേ ഇത് തമ്മിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടെ അക്കാര്യത്തിൽ ധാരണയാകും. പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും UDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളല്ല എന്നത് തന്നെയാണ്. പക്ഷേ ഈ സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതിന് അതത് ജില്ലാ ഭാരവാഹികളുമായിട്ട് ജില്ലാ നേതൃത്വവുമായിട്ട് ധാരണയിലെത്തേണ്ടതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു വൈകൽ സംഭവിക്കുന്നത്. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തോടെ എല്ലാ ചർച്ചകളും പൂർത്തീകരിച്ച് സംശയ ദൂരീകരണം നടത്തി നാളെ രാവിലെയോടെ പ്രഖ്യാപനത്തിലേക്ക് എത്തും എന്ന തരത്തിൽ തന്നെയാണ് സൂചനകൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ജില്ലാ ഭാരവാഹികളുടെ കൂടിക്കാഴ്ച അത് എപ്പോൾ പൂർത്തിയാകുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇതിനുശേഷം അന്തിമമായിട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഹൈപ്പവർ കമ്മിറ്റി, ലീഗിൻ്റെ ഉന്നത നേതാക്കൾ കൂടി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. അതിനുശേഷമാകും ഈ പ്രഖ്യാപനത്തിലേക്ക് പോവുക. എന്നാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന കാര്യത്തിൽ ശരി അനുമോദ്. മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ആയിരിക്കും പ്രഖ്യാപനം. അതിനിടെയാണ് പുനലൂർ, കോങ്ങാട് ഈ 2 സീറ്റുകൾ കോൺഗ്രസിന് നൽകുവാൻ ലീഗിന് മടിയില്ല. പക്ഷേ പകരം സീറ്റുകളുടെ കാര്യത്തിൽ ധാരണ ആയിട്ടില്ല. അതിനാൽ മിക്കവാറും 27-ൽ 25 സീറ്റുകളുടെ കാര്യത്തിലായിരിക്കും ആദ്യം തീരുമാനം ഉണ്ടാവുക. തൊടുപുഴയിൽ PJ ജോസഫിന്റെ പിൻഗാമിയാകാൻ മകൻ അപു ജോൺ ജോസഫ്. 10 തവണ PJ ജോസഫ് പ്രതിനിധീകരിച്ച തൊടുപുഴ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായ അപു ജോൺ ജോസഫ് ജനവിധി നേടും. സീറ്റ് ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കി വൈകിട്ടോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നീക്കം. കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളും അന്തിമ ഘട്ടത്തിലാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം തന്നെ ഏതാണ്ട് ഒരു 5 മണിയോടുകൂടി തന്നെ ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊടുപുഴയിൽ PJ ജോസഫ് ഉണ്ട്. അദ്ദേഹം ഫോൺ വഴി അടക്കം വലിയ കൂടിയാലോചനകൾ നടത്തുന്നു. നേതാക്കൾ പലരും അദ്ദേഹത്തെ കാണുന്നുമുണ്ട്. എന്തായാലും ഇതിൽ ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒന്ന് പുറത്തു വരുന്ന വിവരം, അത് അബു ജോൺ ജോസഫ്, അതായത് PJ ജോസഫിന്റെ മകൻ ഇത്തവണ തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ്. ഈ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം അതായിരുന്നു, അബു മത്സരിക്കുമോ അതോ PJ തന്നെ തുടരുമോ എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 6 മാസം മുൻപ് തന്നെ അബു ആണ് മത്സരിക്കുക എന്ന വാർത്ത നമ്മൾ നൽകുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് PJ ജോസഫ് അവസാന ഘട്ടത്തിൽ താൻ തന്നെ മത്സരിക്കും എന്ന നിലപാടിലേക്ക് എത്തി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എന്തായാലും ഇത്തവണ അതിനൊരു മാറ്റമുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഒരു യുവ സ്ഥാനാർത്ഥിയാണ് അപ്പുറത്ത് കേരള കോൺഗ്രസ് M കളത്തിലിറക്കിയിരിക്കുന്നത്. സിറിയക് ചാഴിക്കാടൻ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് M-ന്റെ. അതുകൊണ്ട് തന്നെ ഒരു യുവമുഖമായ അബുവിനെ കൂടി തൻ്റെ കന്നി അംഗത്തിൽ ഇറക്കാൻ PJ തയ്യാറാകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഒരുപക്ഷെ ഇടുക്കി സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് തന്നെയായിരുന്നെങ്കിൽ ഇടുക്കിയിൽ പോയി മത്സരിക്കാനായിരുന്നു ജോസഫിന്റെ ഒരു ഘട്ടത്തിലുള്ള ആലോചന. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ ഏതാണ്ടൊരു വ്യക്തത വരികയാണ്. നിലവിൽ കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. 8 സീറ്റ് എന്ന നിലയാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഏറ്റെടുക്കുന്ന ഇടുക്കിക്ക് പുറമെ ഈ ഏറ്റുമാനൂരുമുണ്ട്. അതിന് പകരം സീറ്റായി പൂഞ്ഞാറ് ഇന്നും ചർച്ചകളിൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ കോൺഗ്രസ് അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇന്ന് വൈകിട്ടത്തോടെ അറിയാം ആരാകും കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. കടുത്തുരുത്തിയിൽ മോൻ ജോസഫാണ് എന്ന് ഇതിനകം തന്നെ ഉറപ്പായി. അദ്ദേഹം പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. മറ്റിടങ്ങളിലെ പട്ടിക ആരൊക്കെ എവിടേക്ക് എത്തും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരസ്യമായി പ്രതിഷേധിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദനെ CPM പുറത്താക്കി. പാർലമെന്ററി സ്ഥാനത്തിന് വേണ്ടി UDFിന്റെ ചട്ടുകമായി ഗോവിന്ദൻ മാറിയെന്നും അധികാരമോഹവുമായി നടക്കുന്നയാൾ കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ് ആരോപിച്ചു. പേരാവൂരിൽ KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയത് മണ്ഡലം പിടിച്ചെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്നും KK രാഗേഷ് വിശദീകരിച്ചു. സഖാവ് PK ശ്യാമൾ ടീച്ചറെ പാർട്ടിയുടെ DC അംഗവും മഹിളാ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി,
കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് PK ശ്യാമൾ ടീച്ചറെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച തീരുമാനത്തെ അങ്ങേയറ്റം നീചമായ വിധത്തിലാണ് TK ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. അവരുടെ ബന്ധുത്വം പരിഗണിച്ചുകൊണ്ടല്ല സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അവര് പലരും പാർട്ടിയുടെ വ്യത്യസ്ത തലങ്ങളിലുള്ള ചുമതല നിർവഹിക്കുന്നവരായിരിക്കും. അപ്പൊ ബന്ധുത്വമുണ്ടായാലും ഇല്ലെങ്കിലും ഓരോ വ്യക്തിയും അവര് പാർട്ടിക്ക് നൽകുന്ന സംഭാവന, പാർട്ടിയുടെ പ്രവർത്തനം, പാർട്ടിയുടെ നൽകിയിട്ടുള്ള ചുമതലകൾ, ഇതെല്ലാം നിർവഹിക്കുന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശ്യാമൾ ടീച്ചറെയും പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുള്ളത്. ആന്തൂരിലെ വ്യവസായി സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് TK ഗോവിന്ദൻ ഉന്നയിച്ച കാര്യങ്ങൾ നുണയാണെന്ന് കുറ്റപ്പെടുത്തിയ നേതാക്കൾ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടത്തിയ ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ കണക്കുകളും പുറത്തുവിട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ആരും തന്നെ പറഞ്ഞിട്ടില്ല. പാർട്ടിയിൽ ഒരാളും തന്നെ പിന്തുണക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും ആ പേര് പറഞ്ഞില്ലല്ലോ. ആ സങ്കടം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഗോവിന്ദൻ മാഷ് അടക്കമുള്ള പാർട്ടിയുടെ പൊതു തീരുമാനം വന്നാൽ ആ പാർട്ടി തീരുമാനത്തോടൊപ്പം നിൽക്കാൻ ബാധ്യതപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ പാടില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ മുൻനിര നേതാക്കൾ ഉയർത്തുന്ന കലാപക്കൊടിയിൽ സ്തംഭിച്ചിരിക്കുകയാണ് CPMന്റെ സംസ്ഥാന നേതൃത്വം. ആലപ്പുഴയിൽ G സുധാകരന് പിന്നാലെ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനും പാർട്ടിയെ വെല്ലുവിളിച്ച് കോൺഗ്രസ് പിന്തുണയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് പാർട്ടിയെ ചില്ലറയല്ല വെട്ടിലാക്കിയിരിക്കുന്നത്. അസംതൃപ്തരെ അനുനയിപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കഴിയാത്തതിലും പിണറായി വിജയൻ ഇടപെടാത്തതിലും അണികൾ വലിയ ആശങ്കയിലാണ്. CPM വിമത നേതാക്കളെ പ്രതീക്ഷിച്ച് പല സീറ്റുകളും കോൺഗ്രസ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. CPIയിലും സ്ഥിതി ഭിന്നമല്ല. ഒരു MLAയും മുൻ MLAയും അടക്കം 2 പേരാണ് BJP ടിക്കറ്റിൽ മത്സരിക്കാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് CPM കടന്നുപോകുന്നത്. ഒരുപക്ഷെ CPMന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നതിനെ വിശേഷിപ്പിക്കാം. കാരണം നേരത്തെയൊക്കെ ആശയപരമായി വലിയ സമരങ്ങൾ, ഉൾപാർട്ടി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും അല്ലാത്ത ഒരു പ്രശ്നത്തിലേക്കാണ് CPM ഇപ്പോൾ പോകുന്നത്. എല്ലാം പാർലമെന്ററി വ്യാമോഹങ്ങളാണ്. മാത്രമല്ല നേതൃത്വത്തിനെതിരെ പരസ്യമായി തുറന്നടിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കൾ, അത് CPMന്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമായ പാർട്ടി ഗ്രാമങ്ങളെല്ലാം ഉൾപ്പെടുന്ന കണ്ണൂർ പോലുള്ള ഒരു ജില്ലയിൽ അതിന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, ആ സംഘടനാ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് TK ഗോവിന്ദൻ. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സമകാലികനാണ്, സമശീർഷനാണ്. അത്തരമൊരു നേതാവാണ് സംസ്ഥാന സെക്രട്ടറിക്കും പാർട്ടിക്കുമെതിരെ പരസ്യ വെല്ലുവിളിയുമായി പുറത്തുപോവുകയും കോൺഗ്രസ് ടിക്കറ്റിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. മുൻകാലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. CPM പലപ്പോഴും ചില മണ്ഡലങ്ങളിലും ആദ്യം പ്രഖ്യാപിക്കാതെ ഒഴിച്ചിട്ട് കാത്തിരിക്കും. അത് കോൺഗ്രസിന്റെ അസംതൃപ്തർ വരാനും അവരെ അവിടെ പ്ലേസ് ചെയ്യാനുമാണ് പലപ്പോഴും CPM സീറ്റുകൾ ഒഴിച്ചിടുന്നത്. സമാന സാഹചര്യം ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടാവുകയാണ്. കോൺഗ്രസ് സീറ്റുകൾ ഒഴിച്ചിട്ട് കാത്തിരിക്കുകയാണ്. CPM നേതൃത്വത്തിലെ പ്രധാനികൾ തന്നെ വിസ്മയങ്ങളായി പുറത്തു വരും. അപ്പോൾ അവരെ മത്സരിപ്പിക്കാൻ വേണ്ടി സീറ്റുകൾ ഒഴിച്ചിട്ട് കാത്തിരിക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ആദ്യം വന്നത് കൊട്ടാരക്കരയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഐഷ പോറ്റി CPM 3 തവണ MLA ആയ പ്രധാനപ്പെട്ട വനിതാ നേതാവ് കോൺഗ്രസിൽ ചേർന്നു. അവർ കോൺഗ്രസ് ടിക്കറ്റിൽ കൊട്ടാരക്കര മത്സരിക്കുകയാണ്. തൊട്ടു പിന്നാലെ CPMന്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട CPM ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണ് G സുധാകരൻ, സംസ്ഥാന സമിതി അംഗം. അതിനൊക്കെ അപ്പുറത്ത് പാർട്ടിയിൽ സ്വീകാര്യ നേതാവാണ്. പിന്നീട് അമ്പലപ്പുഴയിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കാൻ കാത്തിരിക്കുന്നത്. അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. തൃശൂർ, പാലക്കാട്ടേക്ക് പോകുമ്പോൾ അവിടെ PK ശശിയാണ് കോൺഗ്രസ് സീറ്റ് ഒഴിച്ചിട്ട് കാത്തിരിക്കുന്നത്. ശശിയും അവിടെ CPM വിമതനായി പുറത്തു വന്ന് CPM പിന്നീട് പുറത്താക്കി. ഇപ്പോൾ കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കാൻ PK ശശി കാത്തിരിക്കുന്നു. പാർട്ടി കോട്ടയിൽ പയ്യന്നൂരിൽ അവിടെ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണനാണ് കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. TK ഗോവിന്ദന് വേണ്ടിയും സീറ്റ് ഒഴിച്ചിടാൻ കോൺഗ്രസ് തയ്യാറാണ്. A സുരേഷ് CPMന്റെ സംഘടനാ തലത്തിൽ ഒന്നുമല്ലെങ്കിലും അദ്ദേഹം VSന്റെ പേഴ്സൺ അസിസ്റ്റന്റ് നിലയിൽ VSനൊപ്പം ദീർഘനാൾ ഒപ്പം നടന്ന ഒരാളെന്ന നിലയിൽ SFIയുടെ മുൻ ഭാരവാഹി എന്ന നിലയിലൊക്കെ പ്രശസ്തനായ സുരേഷിന് വേണ്ടിയാണ് മലമ്പുഴ സീറ്റ്, VSന്റെ സ്വന്തം സീറ്റ് കോൺഗ്രസ് മാറ്റിയിട്ടിരിക്കുന്നത്. ഒരു വനിതാ ജില്ലാ കമ്മിറ്റി അംഗം വനിതാ നേതാവ് കൊല്ലത്ത് മുസ്ലിം ലീഗിലേക്കാണ് പോയത്. അങ്ങനെ സാധാരണഗതിയിൽ
രീതിയിൽ നേരത്തെയൊക്കെ CPM വിട്ടവർ CPI-യിലേക്കും CPI വിട്ടവർ CPM-യിലേക്കും പോകുമ്പോൾ ഇത്തവണ കോൺഗ്രസിലേക്കും BJP-യിലേക്കും പോകാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വരി നിൽക്കുന്ന കാഴ്ചയാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട ഇടുക്കിയിലെ നേതാവ് S. രാജൻ പോയത് BJP-യിലേക്കാണ്. ദേവികുളത്ത് അദ്ദേഹം BJP ടിക്കറ്റിൽ മത്സരിക്കും. CPI-യുടെ നാട്ടിക MLA സ്ഥാനം പോലും രാജിവെക്കാതെയാണ് CC മുകുന്ദൻ BJP ടിക്കറ്റിൽ നാട്ടികയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. കോൺഗ്രസും കൂടി കൈവിട്ടതുകൂടിയാണ് അദ്ദേഹം BJP-യിലേക്ക് പോകുന്നത്. അങ്ങനെ പാർട്ടി ഭേദമില്ലാതെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തുടർച്ചയായി മറ്റു പാർട്ടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ചേക്കേറുന്നു. അതിനുമപ്പുറത്തേക്ക് CPM സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാവുകയാണ്. കണ്ണൂർ പോലുള്ള ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ നിന്ന് പരസ്യ വെല്ലുവിളിയുമായി ജില്ലാ സെക്രട്ടറി അംഗം പോലും പുറത്തുവരുന്നു. സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിമാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കും കഴിയാറുണ്ട്. പിണറായി വിജയൻ പലപ്പോഴും ഈ VS-ന്റെ ഉൾപാർട്ടി വിപ്ലവ കാലത്ത് പോലും പിണറായി ഉള്ളതുകൊണ്ടാണ് പാർട്ടി പിണറായി കാത്തുസൂക്ഷിച്ചതെന്ന് കടുത്ത പിണറായി ഭക്തരും അവകാശപ്പെടാറുണ്ട്. പക്ഷേ ആ പിണറായി ഇപ്പോൾ ഈ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. പിണറായിക്ക് G. സുധാകരനെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല. PK ശശിയെ പാലക്കാട് VS-നൊപ്പം എല്ലാവരും നിൽക്കുമ്പോഴും പിണറായിക്കൊപ്പം നിന്ന PK ശശിയെ കൂടെ നിർത്താൻ പിണറായി കഴിയുന്നില്ല. എന്തിനേറെ പറയുന്നു, സ്വന്തം തട്ടകത്തിൽ കുഞ്ഞികൃഷ്ണനും ഇപ്പോൾ CK ഗോവിന്ദനും പോലും പിണറായി ഉണ്ടായിട്ട് പോലും ആ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അത്യസാധാരണമായ സാഹചര്യത്തേക്കും പ്രതിസന്ധിയിലേക്കും CPM രാഷ്ട്രീയം, ഇടത് രാഷ്ട്രീയം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ 2020 സ്ഥാനാർത്ഥി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലാണ് മൂത്ത മകൾ മറിയ ഉമ്മന്റെ ഭർത്താവ് വർഗീസ് ജോർജ് മത്സരിക്കുക. ഇതുൾപ്പെടെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്ന 3ാം ഘട്ട പട്ടിക 2020 പുറത്തിറക്കി. ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോൾ, പിറവത്ത് ജിബി എബ്രഹാം, റാന്നിയിൽ തോമസ് K. സാമുവൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത തെറ്റാണെന്ന് ചാണ്ടി ഉമ്മൻ MLA. പാർട്ടി തീരുമാനം വന്നിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാമെന്ന് ചാണ്ടി. കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി എന്നത് ഉമ്മൻചാണ്ടിയുടെ പഴയ തീരുമാനമാണ്. കൈപ്പത്തി ചിഹ്നം മാത്രം ഉൾപ്പെടുത്തി പോസ്റ്റർ അടിക്കാനാണ് തന്റെ തീരുമാനമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. എന്തായാലും പുതുപ്പള്ളിയുടെ ഉപതെരഞ്ഞെടുപ്പിന്റെ വലിയ ആവേശം ഏതാണ്ട് 2 വർഷം മുമ്പാണ് നടന്നത്. അതിനുശേഷം വീണ്ടും ചാണ്ടി ഉമ്മൻ തന്നെ വീണ്ടും പുതുപ്പള്ളിയിൽ കളം നിറയുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ചാണ്ടി ഇന്നലെ റോഡ് ഷോ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ആവേശം? വളരെ നല്ല ഒരു വലിയ എല്ലാ വീടിന് മുന്നിലും ജനങ്ങൾ ഇറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം, ചാരിതാർത്ഥ്യം, നന്ദി ഈ നാട്ടിലെ ജനങ്ങളോട്. കഴിഞ്ഞ തവണത്തെ അത്രയും പണിയെടുക്കണ്ട എന്നൊരു തോന്നലുണ്ടോ? കഴിഞ്ഞ 2 വർഷം നിറഞ്ഞു നിന്നു, ഒരുപാട് കാൽനടയായി വീടുകളിലൊക്കെ കയറിയൊരു നമുക്ക് സമയമില്ലല്ലോ, എടുക്കാൻ സമയമില്ല. ഞാൻ എൻ്റെ 2.5 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചു. ഇനി അടുത്ത 2 ആഴ്ച കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് എനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഫുൾ ഞങ്ങളുടെ പ്രവർത്തകർ മൊത്തം, ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റാണ് നിൽക്കുന്നത്, ഞങ്ങളുടെ UDF കൺവീനറാണ് നിൽക്കുന്നത്. ഇവരെല്ലാം സജീവമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ തെളിവാണ് ഇന്നലത്തെ റോഡ് ഷോയുടെ വിജയം. ഇന്ന് ഇങ്ങനെ വീടുകളിലേക്കുള്ള പ്രചരണം തുടങ്ങുന്നു. നാളെ എൻ്റെ സൈക്കിൾ റൈഡുണ്ട്. ഞാൻ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരുമായിട്ട് ഒന്ന് സൈക്കിൾ റൈഡ് നടത്തുന്നുണ്ട്. അങ്ങനെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളുണ്ട്. അതിപ്പം നമ്മളൊരു രീതി കൂടെ തന്നെ വേണമെന്നില്ലല്ലോ ജനങ്ങളിലേക്ക് എത്താൻ. കഴിഞ്ഞ തവണത്തെ പോലെ പ്രവർത്തകരെ വെറുതെ നടത്തിക്കാൻ ഉദ്ദേശിച്ചില്ല, ഓടിക്കുക, സൈക്കിൾ ഓടിക്കുക എന്നൊക്കെയാണ് ഇത്തവണ പ്ലാൻ. സൈക്കിളുണ്ട്, നടത്തവും വരും, നടത്തം പുറകെ വരും. അത് മാധ്യമപ്രവർത്തകരാരും ഇങ്ങോട്ട് വരണ്ടെന്നുള്ള, ഞങ്ങളെ ഓടിക്കുന്നുള്ള അതാണല്ലോ എനിക്ക് സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. SIR ഒക്കെ വലിയ വെല്ലുവിളി ആയിട്ടുണ്ടോ? എന്താണ് അത് ചാണ്ടി പറയുന്നുണ്ട്? SIR ഇപ്പൊ പലരും ചോദിക്കും 50,000 60,000 ഭൂരിപക്ഷം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കാണത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം കാട്ടി കുറേ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ വളരെയധികം ആൾക്കാരെ വെട്ടിമാറ്റിയിട്ടുണ്ട്. വളരെയധികം ആൾക്കാർക്ക് വോട്ട് കിട്ടാൻ സാഹചര്യം ഇല്ലാതായിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ മറികടക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ അറിയാമല്ലോ, ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ചെയ്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം പൂർണ്ണ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് നിൽക്കും. പക്ഷെ വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും കിട്ടാത്തവരെന്ത് ചെയ്യും? ഈ വീടാണ് ചാണ്ടി ഉമ്മൻ്റെ ഒരു പ്രധാന ഫോക്കസ് ആയിരുന്നില്ലേ? കുറേ വീടുകൾ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? ഞങ്ങൾ 48 വീടുകൾ പണിഞ്ഞ് കൈമാറിയിട്ടുണ്ട്. ഇനി 2 വീടുകൾ കൂടിയാണ് കൊടുക്കാനുള്ളത്, പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മാർച്ചിന് ശേഷം ഉള്ളത്, അതും ഉടനെ തന്നെ തീർക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ഇനി 100 വീടുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഘട്ടമായി 25 കല്ല് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനവും അതാണ് എൻ്റെ ഒരു ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളിയിലേക്കാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോൾ 5 വർഷം കൊണ്ട് നടക്കുന്നല്ല, 100 വീടുകൾ 5 ദിവസം കൊണ്ടാണ്, 5 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങളുടെ പ്രവർത്തനം ആ രീതിയിൽ മുന്നോട്ട് പോകുക. ഇടയ്ക്ക് വന്ന വാർത്തകളാണ് ഈ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഉണ്ടാവുള്ളൂ, ചാണ്ടി ഉമ്മൻ്റെ പോക്കറ്റ് പരിശോധിക്കണമെന്നുണ്ട്, കാരണം പോക്കറ്റിൽ ഒരു രാജിക്കത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് എന്തോ നിങ്ങൾ അതിലെന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ഞാൻ അതുകൊണ്ട് നിങ്ങൾ
എൻ്റെ അടുത്ത് വരണ്ട, നിങ്ങൾ കോട്ടയമോ വൈക്കമോ അതുപോലെ പൂഞ്ഞാറോ ഒക്കെ ആയിട്ട് നിന്നാൽ മതി. ഇവിടെ വന്നാൽ ഞാൻ നിങ്ങളെ ഓടിക്കും. അതുകൊണ്ട് ഓടിച്ചോട്ടേ ഇരിക്കും. അതുകൊണ്ട് അവിടെ നിന്നാൽ മതി. യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി എന്നുള്ള ആ തീരുമാനം തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? അങ്ങനെ ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കാത്ത എന്നോട് ചോദിക്കുന്നതിനാ? ചാണ്ടിയോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു. അത് എൻ്റെ ഒരു എന്താ പറയുക, നിങ്ങൾ എനിക്ക് അതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നതല്ല, ഞാൻ പറഞ്ഞു ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ 2 സ്ഥാനാർത്ഥി വരുന്നതിൽ അതൃപ്തി ഇല്ല. എൻ്റെ ഫാദറിൻ്റെ സ്റ്റാൻഡാണ് ഒരാൾ മതി എന്നുള്ള തീരുമാനം അതേ എടുത്തത്. പിന്നെ അതിനകത്ത് ചില മയപ്പെടുത്തൽ നടത്തിയത് എനിക്ക് തോന്നുന്നുണ്ട് 21-ൽ. പക്ഷേ ഞാൻ നിന്നില്ല, എനിക്കന്ന് താല്പര്യമില്ല. അത് കാരണം അദ്ദേഹമാണ് ശരിയെന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ തന്നെ നമുക്ക് സമയമാവട്ടെ, അപ്പം ആലോചിക്കാം. പക്ഷെ അങ്ങനെ ഇല്ലാത്തൊരു ചോദ്യം ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ വിവാദത്തിലൂടെ മാത്രമാണ് ഈ ഇലക്ഷനെ കൊണ്ടു ഉദ്ദേശിക്കുക. എൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണിക്കുക, ഇവിടെ പുതുപ്പള്ളിയിൽ എൻ്റെ പ്രവർത്തനം കാണിക്കുക. ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക, ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ചാണ്ടി ഇതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. അതായത് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ചാണ്ടിക്ക് എതിർപ്പില്ല എന്നുള്ളത് തന്നെയല്ലേ? അതായത് ഒന്നിലധികം ആളുകളെ പരിഗണിച്ചാലും എതിർപ്പില്ല എന്നുള്ളതല്ലേ? അല്ലാതെ അത് വരട്ടെ. നിങ്ങളെന്തിനാ വയറ് ജമ്പിങ് ദ ഗൺ, ഈ തൂക്കിക്കറി വെടിവെക്കുന്നതിന്? ഈ പോസ്റ്റൊന്നും ഇല്ലയെന്ന് പറയുന്നു തെരഞ്ഞെടുപ്പിൽ, അങ്ങനെയുണ്ടോ? പോസ്റ്ററും ഫ്ലെക്സും വേണ്ട എന്ന് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ലേ, 100 വീട് എന്നുള്ളത് എൻ്റെ സ്വപ്നം അടുത്ത 5 വർഷം. ആദ്യത്തെ 25 വീടിൻ്റെ തറക്കല്ലിട്ട് കഴിഞ്ഞു. അതിൻ്റെ പരിമിതി എനിക്കുണ്ട്. അപ്പം മാത്രമല്ല വളരെയധികം പരിപാടി, പുതുപ്പള്ളി ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തി ഒത്തിരി സ്പോൺസർമാർ ഞങ്ങൾ പങ്കെടുത്തു. എനിക്ക് ചില പരിമിതികൾ വന്നു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലെക്സും പോസ്റ്ററും ഒഴിവാക്കി എനിക്ക് പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ജനങ്ങളുടെ മനസ്സിലാണ് നമ്മുടെ സ്ഥാനം, ഫ്ലെക്സിലാണ്. അത് ഒരു തരത്തിലുള്ള പോസ്റ്ററും ഫ്ലെക്സും ഇല്ല, ഒന്നുമില്ല. പാർട്ടി വെക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും കൈപ്പത്തി ചിഹ്നം കണ്ടിരിക്കും. കൈയാണ് ഞങ്ങളുടെ ചിഹ്നം. മാത്രം ഒട്ടിക്കാൻ പാർട്ടിയാണ് വലുത്, വ്യക്തിയേക്കാൾ പാർട്ടി. കാരണം ഇതിനകത്ത് ചില പരിമിതികളുണ്ട്. അത് നമുക്കറിയാം. യുദ്ധത്തിന്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. LPG ഇല്ല, റെസ്റ്റോറൻറ്റുകൾ അടയ്ക്കുന്നു. അപ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പല പരിമിതികളും വന്നു കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് നിൽക്കുമ്പോൾ പ്രവർത്തകരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പരിമിതമായി നിന്നുകൊണ്ട്. കാരണം ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് വരെ പോകണമെന്നൊരു ആലോചന എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും അത് വരട്ടെ, ഏതായാലും നമുക്ക് തീരുമാനമെടുക്കാം. എന്തായാലും തെരഞ്ഞെടുപ്പായി പുതിയ തീരുമാനങ്ങളുമായാണ് ചാണ്ടി ഇത്തരത്തിൽ പോസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്തരം തീരുമാനങ്ങളുമായിട്ട് ആണ് മുന്നോട്ട് പോകുന്നത്. പുതുപ്പള്ളിയിൽ നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന A. സുരേഷ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. DCC ഓഫീസിലെത്തി പ്രസിഡന്റ് A. തങ്കപ്പനിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. ആരുടെയും പ്രേരണയോടെയല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് കോൺഗ്രസിലെത്തിയതെന്ന് A. സുരേഷ് പറഞ്ഞു. മലമ്പുഴ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ A. സുരേഷ് ഇന്ന് പ്രചാരണം തുടങ്ങും. 13 വർഷങ്ങൾക്ക് മുൻപാണ് വിഭാഗീയതയുടെ പേരിൽ സുരേഷിനെ CPM-ൽ നിന്ന് പുറത്താക്കിയത്. അങ്ങ് ദൂരെ എവിടെ നിന്നിട്ട് ഒരു പ്രചരണ വാഹനത്തിൽ തങ്കപ്പാട് വരുന്ന ചിത്രമാണ് എനിക്കുള്ളത്. എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര കക്ഷിയിൽ ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണം തുടങ്ങി കോൺഗ്രസ്. വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, മണലൂരിൽ TN പ്രതാപൻ തുടങ്ങിയ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. ശാസ്തമംഗലം പണിക്കേഴ്സ് ലേനിൽ ഗൃഹസന്ദർശനം നടത്തിയായിരുന്നു K. മുരളീധരന്റെ പ്രചാരണം തുടങ്ങിയത്. താൻ മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോയെന്ന വാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് K. മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായ K. മുരളീധരൻ ഗൃഹസന്ദർശനം ശാസ്തമംഗലം പണിക്കേഴ്സ് ലൈനിൽ ആരംഭിച്ചുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്നോടൊപ്പം ശ്രീ K. മുരളീധരൻ ചേരുന്നു. വലിയ ആവേശം വിതറുന്ന ഒരു തെരഞ്ഞെടുപ്പ്, എത്തരത്തിലാണ് പ്രതീക്ഷ? നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും. ഈ സംസ്ഥാനത്ത് അങ്ങനെ ഒരു തരംഗം UDF അനുകൂലമായ തരംഗമുണ്ട്. ആ തരംഗം വട്ടിയൂർക്കാവിലും പ്രതിഫലിക്കും. BJPയും ശക്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് രംഗത്തിറക്കിയത്. അല്ല, BJP സ്ഥാനാർത്ഥിനെ അവരല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ. അവരവരുടെ സ്ഥാനാർത്ഥി. അതൊരു വെല്ലുവിളിയാകില്ല എന്നുള്ള വലിയ വെല്ലുവിളിയുണ്ട്. ഒരു വെല്ലുവിളിയില്ല. വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ പ്രതീക്ഷയാണ് K. മുരളീധരൻ പങ്കുവെക്കുന്നത്. അദ്ദേഹം പരമാവധി വീടുകളിൽ നേരിട്ടെത്തി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും KS ശബരിനാഥിന് വേണ്ടി വോട്ട് തേടിക്കൊണ്ട് ആദ്യം K. മുരളീധരൻ പ്രചാരണത്തിന് തുടക്കമിട്ടത് ഇതേ പണിക്കേഴ്സ് ലൈനിലായിരുന്നു. അവിടെയാണ് വീണ്ടും തനിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് വോട്ടർമാരോട് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ K. മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. വലിയ ആവേശത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഈ ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. തലസ്ഥാനത്ത് UDF അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറും എന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് K. മുരളീധരൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.
വട്ടിയൂർക്കാവിൽ വികസന തുടർച്ചയ്ക്കാണ് വോട്ട് തേടുന്നതെന്ന് VK പ്രശാന്ത്. ഇട്ടെറിഞ്ഞു പോയവർക്ക് ആ പരിഗണന മാത്രമേ കിട്ടൂവെന്നാണ് LDF സ്ഥാനാർത്ഥി പറയുന്നത്. ഭൂരിപക്ഷം ഉയർത്തുക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും VK പ്രശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഈ മണ്ഡലം വലിയ ഭൂരിപക്ഷത്ത് നിലനിർത്താൻ വേണ്ടി കഴിയും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 6 വർഷവും ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ നന്നായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം ഞങ്ങൾ നേടും. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. എങ്കിലും പരമാവധി വീടുകൾ കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും തന്നെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, K മുരളീധരൻ UDF-നെ സംബന്ധിച്ച് ഇവിടെ നിർത്താൻ കഴിയുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി. അദ്ദേഹം പോയപ്പോഴാണ് താങ്കൾക്ക് ഇവിടേക്ക് വരാനൊരു അവസരമുണ്ട്. അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുകയാണ്. അതിനെ എങ്ങനെ നോക്കിക്കണം? അല്ല, ഇട്ടെറിഞ്ഞു പോകുന്നവർ തിരിച്ചു വരുമ്പോൾ ജനങ്ങൾ അതേപോലെ സ്വീകരിക്കണമെന്നില്ലല്ലോ. അപ്പൊ അവർ മണ്ഡലം ഉപേക്ഷിച്ച് വേറൊരു സ്ഥാനത്തിന് വേണ്ടി പോയതാണ്, തിരിച്ചു വരികയാണ്. അപ്പൊ അത് ആ നിലയിലായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഒരു ദൌത്യം ഏൽപ്പിച്ചു, ഞങ്ങളത് പൂർത്തീകരിക്കും. 5 വർഷം പൂർത്തീകരിച്ചു. മാത്രമല്ല, വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം, പേർക്കട വികസനം ഉൾപ്പെടെ ലാൻഡ് അക്വിസിഷൻ നടത്തി കൺസ്ട്രക്ഷനിലേക്ക് കടക്കുകയാണ്. ഇതെല്ലാം പൂർത്തീകരിക്കാൻ ഒരു വട്ടം കൂടി ഞങ്ങൾ ചോദിക്കുന്നു. വിമതർക്ക് മറുപടിയുമായി മന്ത്രി AK ശശീന്ദ്രൻ. NCPയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണെന്ന് ശശീന്ദ്രൻ. തനിക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂടുകയാണ്. എലത്തൂരിലെ വിമത ശല്യത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. ജില്ലാ ഘടകമല്ല പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമല്ല, എല്ലാ പാർട്ടിക്കും അന്തിമമായി അത് തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണ് വന്നിട്ടുള്ളത്. അവർ ഈ 3 പേരുടെ ജാതി മത സ്വഭാവങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനൊരു പരിഗണന ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊരു പരിഗണന ഉണ്ടാവുകയില്ല. ഇവിടെ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്ന പൊതു മാനദണ്ഡം ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്. ആ പരിശോധനയിൽ ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ ശരത് പവാറിന് ഉള്ളത്. അദ്ദേഹത്തിന് മറ്റു പല സോഴ്സിലൂടെയും കേരളത്തിലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും മിക്കവാറും എല്ലാ കാര്യങ്ങളും ഫീഡ് ചെയ്യാനുള്ള ആളുകളുണ്ട്. അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം പക്വതയോടുകൂടി തീരുമാനമെടുക്കുന്ന മിടുക്കനായ നയതന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് അങ്ങനെ തെറ്റായ ചിന്തകളുടെ ഒരു ബലത്തിലാണ് ഒരു തീരുമാനമെടുത്തതെന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ അദ്ദേഹത്തെക്കുറിച്ചില്ല. അദ്ദേഹം വളരെ നിഷ്പക്ഷമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു നേതാവാണ്. മുക്കം മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചിലപ്പോൾ അത് തൽക്കാലത്തെ ഈ പേര് കേട്ടപ്പോഴുണ്ടായിരുന്നൊരു വൈകാരിക പ്രകടനമായി മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെ അറിഞ്ഞും കൊണ്ട് അങ്ങനെ പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തൃക്കാക്കരയിൽ അഖിൽ മാരാർ പ്രചാരണം തുടങ്ങി. പരമ്പരാഗത ശൈലിയിലുള്ള മാറ്റമല്ല നാടിന് വേണ്ടതെന്നും സെലിബ്രിറ്റി സ്റ്റാറ്റസ് രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നില്ലെന്നും അഖിൽ മാരാർ ന്യൂസ് 18നോട് പറഞ്ഞു. തൃക്കാക്കരയിലെ 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാരാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. അങ്ങനെ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലായിരുന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയല്ലേ? അതെ അതെ. അതിനുമുമ്പ് തിരുത്ത് 2020യുടെ സ്ഥാനാർത്ഥി എന്ന് പറയേണ്ട NDയുടെ സ്ഥാനാർത്ഥി. നമ്മൾ NDA മുന്നണിയുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു വലിയ ഭാഗ്യമാണ്. അർത്ഥത്തിൽ തൃക്കാക്കര പോലൊരു മണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്. ഇവിടെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കിട്ടുന്നത് ഇത് തന്നെ ഒരു വലിയ ഭാഗ്യം. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലം, ഫാമിലിയായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ്, കുട്ടികളൊക്കെ ഉൾപ്പെടെ ഇവിടെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പം കൊട്ടാരക്കര പോലെ തന്നെ പ്രിയപ്പെട്ട നാടാണ് തൃക്കാക്കരയിൽ. ഇനി ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ എനിക്കായി ചെയ്യാൻ കഴിയുമോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന ലക്ഷ്യത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. തൃക്കാക്കര എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. അവിടെ ജയിച്ചു കയറുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് തൃക്കാക്കരയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തൃക്കാക്കരയിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഒന്ന്, ഇത് കോട്ട അല്ലെങ്കിൽ ഈ കുത്തക എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിൽ വിരുദ്ധമായ വാക്കുകളാണ്. കാര്യം ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നതിനായിക്കോട്ടെ, അവൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയാവാതിരിക്കുക എന്നാണ്. അതിപ്പം ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും ആരും അടിമയാവാതിരിക്കുക. നമ്മൾ നിങ്ങളെ സഹായിക്കുമെന്നും അതായത് ഓരോ മനുഷ്യരും ആ പാർട്ടിക്ക് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടും നല്ലതാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കുക എന്നതാണ് രാഷ്ട്രീയത്തിൽ എൻ്റെ ആദ്യത്തെ കാഴ്ചപ്പാട്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത്, ഇപ്പോൾ കുത്തകകളെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു.
വർഷങ്ങളോളം അവർ അവിടെ ഭരിച്ചു. പിന്നീട് അവിടെ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങ് മറ്റൊരു ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ് ഇന്ത്യയുടെ ഡൽഹി. എന്താണ് ഡൽഹിയിൽ സംഭവിച്ചത്? ഇപ്പോഴെന്താണ് ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ? ഡൽഹിയല്ല, നമ്മളീ പറയുന്ന ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, ബംഗാൾ ആയിക്കോട്ടെ, ത്രിപുര ആയിക്കോട്ടെ, മൂന്നാമതൊരു രാഷ്ട്രീയ കക്ഷി ഉദയം ചെയ്തിട്ടില്ലാത്ത സ്ഥലത്തൊക്കെ തന്നെ കോൺഗ്രസ് നശിച്ചു പോയിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോൾ ഗുജറാത്തിൽ അവിടെ മൂന്നാമതൊരു കക്ഷി വരാത്തതുകൊണ്ട്, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ തന്നെ മൂന്നാമതൊരു പൊളിറ്റിക്കൽ കക്ഷി വരാത്തതുകൊണ്ടാണ്. മൂന്നാമതൊരു പ്രാദേശിക ആശയം ഏതൊക്കെ സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുണ്ടോ ആ ആശയം കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2020 വന്നേക്കുന്നതും ഒരു പക്ഷേ ഞാൻ കോൺഗ്രസിനെ നശിപ്പിക്കണമെന്നോ കോൺഗ്രസിനെ ഇല്ലാതാക്കണമെന്ന് ഒരിക്കലും പറയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ധാരാളമുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് കോൺഗ്രസ്. അപ്പം പക്ഷേ എന്നിരുന്നാലും ഈ കോട്ടയാണ്, കുത്തകയാണ് എന്ന് പറയുമ്പം അത് തൃക്കാക്കരയിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു വലിയ അപകടം എന്താ പ്രശ്നം ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ജയിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ MLAക്ക് ഈ തോന്നൽ വരും, ഇതെൻ്റെ നാടാണ്, ഇതെൻ്റെ ജനങ്ങളാണ്, ഇവരൊക്കെ എല്ലാ കാലത്തും എൻ്റെ അടിമകളാണ്, ഇവർ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യത്തുള്ളൂ, കോൺഗ്രസിനെ കൊണ്ട് ഒരു കുറ്റിച്ചൂലിനെ ഇങ്ങനെയൊക്കെ പറയാം, കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും ഞങ്ങൾ ജയിക്കും എന്നൊക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പറയുന്നേക്കാം. അത് എന്തൊരു വിവരക്കേടാണ്. അതായത് അത്രയും അടിമകളാണ് ഞങ്ങളുടെ അണികൾ എന്നിവർ പറയുന്നതിന് തുല്യമാണ്. എന്താ കുറ്റിച്ചൂലിനൊരു നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എന്തിനാണ് ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തേണ്ട കാര്യം എന്താണ്? ചിഹ്നം കണ്ടാൽ ഞങ്ങൾ അതിൽ വോട്ട് ചെയ്യും. ഈ ചിന്തയൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. ഈ നാടിന് പ്രയോജനപ്പെടുന്ന ആൾക്കാർ ഏത് മുന്നണിയിലുണ്ടെങ്കിലും നിങ്ങൾ അയാളെ ജയിപ്പിച്ചു, അയാൾ ആ നാടിന് വേണ്ടി നല്ലത് ചെയ്യും. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയം നാടിന് വേണ്ടി നല്ലത് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരത്ത് പോയി ചോദിച്ചാൽ അതാണ്. അപ്പോൾ പിന്നെ തൃക്കാക്കരയിൽ എന്തിനാണ് അഖിൽമാർ? ഒരാൾ ഉമ്മാ തോമസ് പോരെ, അല്ലെങ്കിൽ വേറൊരാൾ പോരെ? അല്ല, വ്യത്യാസങ്ങളുണ്ടാവും. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ടാവും. ഓരോ പ്രതിനിധീകരിക്കുന്ന വ്യക്തികളുടെയും കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ടാവും, അറിവുകൾക്ക് വ്യത്യാസമുണ്ടാവും, ശൈലികൾക്ക് വ്യത്യാസമുണ്ടാവും. അപ്പോൾ ആരുടെ ശൈലിയാണ്, ആരുടെ അറിവുകളാണ്, ആരുടെ ചിന്തകളാണ് ഈ നാടിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് എന്ന് തൃക്കാക്കരക്കാർക്ക് തോന്നിയാൽ അവർക്ക് അതനുസരിച്ച് തീരുമാനമെടുക്കാം. അവരെനിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അവർക്ക് ഏറ്റവും മികച്ച ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഈ നാട്ടിൽ നിന്ന് നിയമസഭയിലേക്ക് അയക്കും. ആ ആൾ നിങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ഏറ്റവും മികച്ച രീതിയിൽ സംസാരിക്കുമെങ്കിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. നമുക്ക് എന്താ പ്രശ്നം? ഈ നാടിൻ്റെ നന്മയല്ലേ അയാളിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനല്ല ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഇത് ചെയ്യണം. ഇപ്പം ഇനിയൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. എന്താണ് 2035 സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ 2035 നമ്മുടെ തലമുറയെ പ്രാപ്തരാക്കി മാറ്റണം. കുന്നത്തുനാട് മണ്ഡലത്തിൽ PV ശ്രീനിജൻ പ്രചാരണം തുടങ്ങി. എതിർപ്പുകൾക്കിടയിലും മണ്ഡലത്തിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്നാണ് ശ്രീനിജൻ പറയുന്നത്. 7.5 കോടി രൂപ ക്ഷേമ പെൻഷനായി മണ്ഡലത്തിൽ കൊണ്ടുവന്നു. വികസനം വേണോ, വർഗീയത വേണോ എന്നതാണ് ചോദ്യമെന്നും PV ശ്രീനിജൻ. കുന്നത്തുനാട്ടിലാണ് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ എല്ലാം സജീവതയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഒരു നാട്ടുകൂട്ടം പോലെ വഴിയിൽ കാണുകയാണ്. പ്രചാരണ പരിപാടികൾ അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതോ ഈ കൂടിക്കാഴ്ചകളാണോ? ഇപ്പം ഞങ്ങൾ ചെറിയ ചെറിയ കവലകളും ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിവിടെ വന്നപ്പോൾ ഇവരൊരു ചെറിയ പരിഭവം പറയുമായിരുന്നു, ഒരു ഓട്ടോ കുറവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഊബറാണ് ഇവർ പറയുന്നത്, പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഇവിടെ ഓട്ടം. അപ്പോൾ കുഞ്ഞു പരിഭവങ്ങളൊക്കെ കേട്ട് ഞാൻ ഈ സാധാരണ ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് കിട്ടുന്ന പരിഭവങ്ങളും പരിവേദനകളും നിർദ്ദേശങ്ങളൊക്കെയാണ് പദ്ധതികളായിട്ട് മാറുന്നത്. ഇവര് പറഞ്ഞ കാര്യം വളരെ ഗൗരവകരമായിട്ടൊരു വിഷയമാണ്. സാധാരണക്കാരനെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഇവരെയും നാട്ടിൽ ബാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ്. അത് സമയബന്ധിതമായിട്ട് ഒരു പരിഭവം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ ഇത് നമുക്ക് മാറ്റാൻ കഴിയുന്ന വിഷയങ്ങളല്ല. പക്ഷെ ഇതൊക്കെയാണ് നിയമസഭയിൽ നമുക്ക് ചോദ്യങ്ങളായിട്ട് പലപ്പോഴും ചോദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അത് സ്വാഭാവികമായിട്ടും അത് ഇനി ഉണ്ടാവും. ഈ മണ്ഡലത്തിലൊരു തുടർച്ച തേടുകയാണ്. തീർച്ചയായിട്ടും ഇതിലെ സാധാരണ ഇത് കുന്നത്തുനാട് അല്ലെങ്കിൽ കിഴക്കമ്പലം എന്നെല്ലാം പറയുമ്പോൾ പൊതുവിൽ അറിയപ്പെടുന്നത് 2020 ഒരു ഇടം എന്നെല്ലാം തന്നെയാണ്. പരാതികളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത നാട് എന്നൊക്കെല്ലാമാണ് ഒരു ടാഗ് ലൈനോടുകൂടി പലപ്പോഴും 2020 അവതരിപ്പിക്കുന്നത്. എന്തുമാത്രം വികസന പദ്ധതികളും കാര്യങ്ങളും എല്ലാം കൂടെ അതിൽ നിന്ന് അവകാശവാദങ്ങൾക്കപ്പുറം കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. ജനങ്ങളെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇപ്പോൾ ഇവർ തന്നെ പറഞ്ഞല്ലോ, ഇവർക്ക് ഗുണകരമാകുന്ന എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ റോഡ് മോശമായി കിടന്ന് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റോഡ് നന്നാക്കാന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കുന്നത്തുനാട്ടിലെ ഏതാണ്ട് എല്ലാ റോഡുകളും തന്നെ BMBC നിലവാരത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാലയങ്ങൾ, ക്ഷേമ പെൻഷനുകൾ. ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. 37,000 ആളുകളാണ് ഈ നിയോജകമണ്ഡലത്തിൽ എല്ലാ വിവിധ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്നത്.
ഏകദേശം 7.5 കോടി രൂപ ഈ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തും, മറ്റേത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രാദേശിക കക്ഷി അവരിപ്പോ അങ്ങനെ ഒരു കക്ഷി ഇല്ല. ഇപ്പോൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കക്ഷിയായിട്ടാണ് അവർ മത്സരിക്കുന്നത്. അപ്പോൾ നമുക്ക് വർഗീയത വേണോ വികസനം വേണോ എന്നൊക്കെയുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു നിലപാട്, കോൺഗ്രസ് വർഗീയതയെ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പം നമ്മുടെ നിയോജകമണ്ഡലത്തിലെ പുത്തൻകുരിശ് പഞ്ചായത്തിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക, കോൺഗ്രസ് ആരുടെ NDAയുടെ പിന്തുണയോടുകൂടിയാണ് പരസ്യമായിട്ട് ഭരണം മുന്നോട്ട് പോകുന്നത്. പല ഘട്ടങ്ങളിൽ ഇത് നമ്മൾ ചോദിച്ചപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം അടക്കമുള്ള ആളുകൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ പരസ്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് തുറന്നു പറയാനുള്ള കാഴ്ചപ്പാട് കോൺഗ്രസ് കാണിക്കണം. സംഘപരിവാറിന്റെ പിന്തുണയോടുകൂടി അവർ ഈ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് ഭരിക്കുക പരസ്യമായിട്ട്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം വർഗീയത ഒരു ഭാഗത്തും, മറുഭാഗത്ത് ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷം ഇപ്പോൾ നമുക്ക് 2021 മുമ്പുള്ള കുന്നത്ത് നാടിലെ റോഡുകൾ, ഇപ്പം നെല്ലാട് കിഴക്കമ്പല റോഡ്, മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്, ചൂണ്ടി രാമമംഗലം റോഡ്, കോരങ്കടവ് പാലം, ഇതെല്ലാം സ്ഥിതി എന്തായിരുന്നു നിങ്ങളൊന്ന് പരിശോധിക്കുക. അപ്പം അതിനുശേഷം 2021 ശേഷം ഇപ്പോൾ ഏകദേശം 2300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്, അത് സർക്കാരിന്റെ സഹായത്തോടു കൂടി. അപ്പം അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇനി സംഘപരിവാറിന്റെ ഭാഗമെന്നാണോ ഇനി പറയുന്നത്? അല്ല, അങ്ങനെയല്ലേ. അവരുടെ സ്ഥാനാർത്ഥി, അവരുടെ ഒരു പ്രാദേശിക കക്ഷി എന്നുള്ള നിലക്ക് അവരുടെ ചിഹ്നം എന്തായിരുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ഒരു ചിഹ്നം ഉണ്ടായിരുന്നു. ആ ചിഹ്നമല്ലല്ലോ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്, കേൾക്കുന്നത്. അവരങ്ങനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ ആ സംഘപരിവാർ എന്താണ് മുന്നോട്ട് വെക്കുന്നത്, അതിൽ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ യഥാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ആപത്ത് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ പല ആളുകളും കേൾക്കുകയില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടും താനൂരിൽ പ്രചാരണത്തിന് ഇറങ്ങാതെ മന്ത്രി വി അബ്ദുറഹ്മാൻ. മത്സരിക്കാൻ താൽപര്യം ഇല്ലാതിരുന്നിട്ടും നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തിയെന്നാണ് സൂചന. എന്നാൽ ആരോഗ്യ കാരണങ്ങളാലാണ് പ്രചാരണം തുടങ്ങാത്തതെന്നാണ് CPMന്റെ വിശദീകരണം. CV അനുമോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, എന്താണ് അബ്ദുറഹ്മാന് താല്പര്യമില്ലേ താനൂർ മണ്ഡലം? മഞ്ജുഷ, നേരത്തെ തന്നെ വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് മാറാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് തന്നെ തവനൂരിലേക്കും തിരൂരിലേക്കും ഒക്കെ അബ്ദുറഹ്മാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ വീണ്ടും താനൂരിൽ തന്നെ മത്സരിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. അദ്ദേഹം ആദ്യം സമ്മതിച്ചിരുന്നില്ല. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടും അദ്ദേഹം താനൂരിൽ മത്സരിക്കാനുള്ള തൻ്റെ വിമുഖത തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ് 2 ദിവസമായിട്ട് അദ്ദേഹം റോഡ് ഷോ നടത്തുകയോ പാർട്ടി ഓഫീസിലേക്ക് വരികയോ പ്രചരണത്തിന് തുടക്കമിടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അബ്ദുറഹ്മാനെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രതികരണം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രചരണ സമിതിയിൽ അവർ പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ഇറങ്ങാത്തതാണ് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടിയിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വവും ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. അബ്ദുറഹ്മാനോട് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു. ഇത് വലിയ തോതിൽ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങാത്തത് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. കാരണം ഇടതുപക്ഷം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിറ്റിംഗ് സീറ്റാണ് താനൂരിലേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചാരണം തുടങ്ങാൻ വൈകുന്നത് ഈ ഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം തീർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അബ്ദുറഹ്മാനെ അനുനയിപ്പിച്ച് പ്രചരണത്തിൽ സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് CPM സംസ്ഥാന നേതൃത്വം ഇപ്പോഴുള്ളത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടും മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ പ്രചാരണം തുടങ്ങിയിട്ടില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും CMB ജനറൽ സെക്രട്ടറിയുമായ CP ജോൺ പുതുപ്പള്ളി പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചു. ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. പ്രഖ്യാപിച്ചില്ലെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് വന്നതെന്ന് CP ജോൺ പറഞ്ഞു. കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ വീണ്ടും K സുധാകരനായി ഫ്ലക്സ്. പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസിന്റെ പടനായകൻ K സുധാകരൻ എത്തുന്നുവെന്നാണ് ഫ്ലക്സിലെ വാചകം. കണ്ണൂരിന്റെ ഹൃദയമാണ് KS എന്നും ഫ്ലക്സിൽ പറയുന്നു. K സുധാകരൻ മത്സരിക്കുവാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിൽ തടസ്സമായിരിക്കുന്ന സാഹചര്യത്തിലാണ് K സുധാകരനു വേണ്ടി
കണ്ണൂരിൽ വീണ്ടും ഫ്ലക്സുകൾ ഉയരുന്നത്. അതേസമയം തവനൂരിൽ സന്ദീപ് വാര്യരുടെ ഫ്ലക്സിന് മുകളിൽ പ്രതിഷേധക്കുറിപ്പ്. വർഗീയവാദിയെ നാടിന് വേണ്ടെന്നാണ് കുറിപ്പിലെ വാചകം. പോറൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്ത് ഫ്ലക്സ് വെച്ചിരുന്നു. തവനൂരിലെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപേയായിരുന്നു ഈ ഫ്ലക്സ്. സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തുള്ള ഫ്ലക്സിന് മുകളിലാണ് സന്ദീപ് വാര്യരെ തവനൂരിലേക്ക് വേണ്ടെന്ന പോസ്റ്റർ പതിച്ചത്. ഇതിന് മറുപടിയുമായി സന്ദീപ് വാര്യർ രംഗത്ത് വന്നു. തവനൂരിൽ KT ജലീൽ വിഷലിപ്തമായ കള്ളപ്രചാരണങ്ങൾ നടത്തുന്നുവെന്നാണ് സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജലീലിന്റേത് തോൽവി മുന്നിൽ കണ്ടുള്ള PR അങ്കലാപ്പാണെന്നും സന്ദീപ് വാര്യർ. പിണറായി വിജയന് ആശംസയുമായി കമൽഹാസൻ. കോമ്രേഡ് വിജയൻ വിജയിക്കട്ടെ, കേരളവും വിജയിക്കും എന്നാണ് കമൽഹാസന്റെ ആശംസ. ചിലർ തന്നെ പുറത്തുള്ള ആളായി കണക്കാക്കും, പക്ഷേ വൈകാരികമായി കേരളം തനിക്ക് ഏറെ വേണ്ടപ്പെട്ടതാണ്. കേരളം എന്റെ കേരളം എന്ന് പറഞ്ഞാണ് കമൽഹാസൻ ഫേസ്ബുക്കിലൂടെ ആശംസ അറിയിച്ചത്. കടുത്തുരുത്തിയിൽ ഇത്തവണ ഇടതുമുന്നണിക്ക് അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി നിർമ്മല ജിമ്മി. മോൻസ് ജോസഫിന്റെ വികസന മുരടിപ്പിനെതിരെയാണ് പോരാട്ടമെന്ന് നിർമ്മല ജിമ്മി. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഗുണമാകുമെന്നാണ് നിർമ്മല ജിമ്മിയുടെ കണക്ക്. എന്തായാലും കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. നിർമ്മല ജിമ്മി മോൻസ് ജോസഫിനോട് എതിരിടാൻ കളത്തിലിറങ്ങുകയാണ്. കടുത്തുരുത്തി UDFന്റെ ഒരു കോട്ടയായി നിൽക്കുകയാണ്. അതിലൊരു അട്ടിമറി സാധ്യമാണോ? എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? തീർച്ചയായും സാധ്യമാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 ടേമിലെ MLA ആയിരുന്നിട്ടും കടുത്തുരുത്തിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ആ നിയോജക മണ്ഡലത്തിൽ എത്തിക്കാൻ അവിടുത്തെ MLAക്ക് സാധിച്ചിട്ടില്ല. കുറവലങ്ങാട് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായും അതിനുശേഷം പ്രസിഡന്റായും ഒക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നത് ഈ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എനിക്ക് ധൈര്യമുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായും ഒക്കെ ബഹുമാന്യനായ മാണിസാർ തന്ന അവസരങ്ങൾ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറവലങ്ങാട് ഡിവിഷനിൽ മത്സരിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി പ്രിയങ്കരനായ ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ എന്നെ നിയോഗിച്ചു. അവരുടെയൊക്കെ ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കടുത്തുരുത്തിയുടെ വികസന മുരടിപ്പ് മാറ്റുന്നതിനും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ വികസനത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്നതിനും ഉള്ള ദൗത്യം എന്നെ പാർട്ടി ചെയർമാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, LDF ഇടതുപക്ഷ മുന്നണി ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കൃത്യമായും നിർവഹിക്കും. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ വികസന കുതിപ്പിലേക്ക് മാറ്റിയെടുക്കുവാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാവും. ഒരു വനിതാ പ്രാതിനിധ്യം കൂടിയാണ്. തീർച്ചയായിട്ടും വനിതകളെ സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് ത്രിതല പഞ്ചായത്തിൽ 33%, അതിനുശേഷം 50% ഇപ്പോൾ സംവരണമുണ്ടെങ്കിലും നിയമമുണ്ടാക്കുന്ന നിയമനിർമ്മാണ സഭയിലും അതുപോലെ പാർലമെന്റിലുമൊക്കെ ഇതുവരെ ആ സംവരണ ആനുകൂല്യം ലഭ്യമായി തുടങ്ങിയിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ വനിതകൾക്ക് 33% നിയമസഭയിലും പാർലമെന്റിലുമൊക്കെ സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും എൻ്റെ പാർട്ടി അതോടൊപ്പം ഇടതുപക്ഷ മുന്നണി എന്നെ കടുത്തുരുത്തിയിൽ ഒരു വനിതാ സാരഥിയായി അവിടെ മത്സരിപ്പിക്കാൻ അവസരം തന്നതിന് ഞാൻ പാർട്ടിയോട് കടപ്പെട്ടു അതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അവരുടെയൊക്കെ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കടുത്തുരുത്തിയിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉയരുവാനും കടുത്തുരുത്തിയുടെ ആ വികസന മുരടിപ്പ് മാറ്റിയെടുക്കുവാനും എന്നാലാവുന്ന എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. കഴിഞ്ഞ തവണ 4000 വോട്ടിനാണ് മണ്ഡലത്തിൽ സ്റ്റീഫൻ ജോർജ് പരാജയപ്പെട്ടത്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറവലങ്ങാട് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ആ കുറവലങ്ങാട് ഡിവിഷനിൽ ഏതാണ്ട് 6000-ഓളം എന്ന് പറഞ്ഞാൽ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകൾ വരുന്ന പ്രദേശത്ത് ഏതാണ്ട് 6000-ഓളം വോട്ടുകൾക്കാണ് എനിക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിക്കുവാനും അവിടെ നിന്ന് പ്രസിഡന്റ് ആകുവാനും സാധിച്ചത്. അതിനുശേഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആ നിയോജക മണ്ഡലത്തിൽ ഉടനീളം നടത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കുറവലങ്ങാട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് എനിക്ക് കിട്ടുമെന്ന എനിക്ക് ഉറപ്പുണ്ട്. അതോടൊപ്പം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ എനിക്ക് സാധിക്കും. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും നടത്തിയപ്പോൾ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ മാത്രം ഇപ്പോഴും വികസന മുരടിപ്പ് തുടരുന്നു എന്നത്
എന്നത് ഒരു സത്യമാണ്. കാരണം മറ്റുള്ളവർ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ തൻ്റേതാണെന്ന് അവകാശപ്പെടുന്നതിനപ്പുറത്തേക്ക് സ്വന്തമായി ഒരു വികസന കാഴ്ചപ്പാടില്ലാതെയാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം മുന്നോട്ട് പോകുന്നത്. അത് മാറ്റിമറിച്ച് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഒരുപാട് വികസനങ്ങളുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസനത്തിലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് UDF ഘടകകക്ഷിയുടെ റംസാൻ കിറ്റ് വിതരണം. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കമ്മിറ്റിയാണ് കിറ്റ് വിതരണം ചെയ്യാൻ ഒരുങ്ങിയത്. തയ്യാറെടുപ്പുകൾ പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിതരണം തടഞ്ഞു. ബിരിയാണി അരിയും പലവ്യഞ്ജനങ്ങളും ഉൾക്കൊള്ളുന്ന കിറ്റാണ് തയ്യാറാക്കിയിരുന്നത്. ഡോക്ടർ വന്ദന കേസ് വധക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ശിക്ഷ മറ്റന്നാൾ വിധിക്കും. വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം. കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനായി കോടതി ഇന്ന് കണ്ടു. ഈ കേസിന്റെ ശിക്ഷാവിധി 19-ലേക്കാണ് മാറ്റിയിരിക്കുന്നത്. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് 19-ന് വിധി പറയുക. നമുക്കറിയാം 2023 മെയ് 10-നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്തു വന്ന ഡോക്ടർ വന്ദനാദാസിനെ പ്രതി സന്ദീപ് കത്രിക ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവം വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു. സന്ദീപിനെ പോലീസ് കൈയോടെ പിടികൂടുകയും ഒക്കെ ചെയ്തു. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് DYSP MM ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിച്ചത്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിലായിരുന്നു ഇതിൻ്റെ വിചാരണയെല്ലാം തന്നെ നടന്നത്. ഏകദേശം 70-ൽ പരം സാക്ഷിമൊഴികളായിരുന്നു കേസിലുണ്ടായത്. 21-ൽ പരം തൊണ്ടിമുതലുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. 200-ലേറെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം രേഖകളായിട്ട് കോടതി ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കോടതി വിശദമായി പരിശോധിച്ചു. തുടർന്നാണ് 17-ന്, അതായത് ഇന്നേ ദിവസം കോടതി വിധി പറയാനായി മാറ്റിയത്. ഇന്ന് സന്ദീപിനെയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിധി കേൾക്കാനായി വന്ദനാദാസിൻ്റെ മാതാപിതാക്കളും കോടതിയിൽ എത്തിയിരുന്നു. തുടർന്ന് കോടതി കുറ്റക്കാരനായി സന്ദീപിനെ കാണുകയും ചെയ്തു. 19-നാണ് ഈ കേസിൽ വിധി പറയാനായി കോടതി മാറ്റിയിരിക്കുന്നത്. 19-ന് ശിക്ഷാവിധിക്ക് ശേഷമാകും വന്ദനാദാസിൻ്റെ മാതാപിതാക്കൾ കൂടുതൽ പ്രതികരിക്കുക എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊല്ലം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തം. തീവ്രപരിചരണ വിഭാഗത്തിലെ പോർട്ടബിൾ വെന്റിലേറ്റർ മെഷീനിലാണ് തീപിടിച്ചത്. വലിയ തോതിൽ പുക ഉയർന്നതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടി. തുടർന്ന് ഫയർഫോഴ്സും പോലീസും എത്തി തീ അണച്ചു. രോഗികളെ MICUവിലെ വാർഡുകളിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിലാണ് രാവിലെ അപ്രതീക്ഷിതമായി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. വെന്റിലേറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുകയും പെട്ടെന്ന് പുക പുറത്തേക്ക് ഉയരുകയുമായിരുന്നു. തുടർന്ന് പരിഭ്രാന്തരായ രോഗികൾ പുറത്തേക്ക് എത്തിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും അതോടൊപ്പം മെഡിക്കൽ കോളേജിലെ മറ്റ് ജീവനക്കാരും ഓടി സ്ഥലത്തേക്ക് എത്തി കൂടുതൽ മെഷീനുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് അവിടെ തീ കെടുത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ സങ്കീർണമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങളടക്കം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സർജിക്കൽ ICU. അതുകൊണ്ട് തന്നെ വലിയ സാധാരണ സ്ഥലങ്ങളിൽ തീ കെടുത്തുന്നത് പോലെ അത്ര പെട്ടെന്ന് അവിടെ തീ കെടുത്തുന്നതിന് ചില തടസ്സങ്ങൾ നേരിട്ടു. തുടർന്ന് കൂടുതൽ ഉപകരണങ്ങളടക്കം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചാണ് ഈ തീ ശമിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ടായത്. പുക ഉയർന്നതാണ് പരിഭ്രാന്തി പരത്തിയത്. അതേസമയം 16 രോഗികളെ, ചികിത്സയിലുണ്ടായിരുന്ന 16 രോഗികളെ MICU 7-ാം വാർഡിലേക്ക് മാറ്റിയതായി സ്ഥലം സന്ദർശിച്ച ആരോഗ്യവകുപ്പ് സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഏകദേശം 8:55 ഫസ്റ്റ് ഫ്ലോർ സർജിക്കൽ ICUവിൽ ഒരു തീപിടുത്തൽ ഉണ്ടായി. അവിടുത്തെ ICUവിൽ ഉള്ള പേഷ്യന്റ് ഒപ്പം അവിടുത്തെ ഡോക്ടർ, അവിടുത്തെ നഴ്സസ്, അവിടുത്തെ എല്ലാ സ്റ്റാഫ് വളരെ ധൈര്യമായി കാര്യങ്ങൾ അത് ചെയ്തിട്ട് അവരുടെ പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമേ അവിടെ സ്മോക്ക് അത് ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ എല്ലാ 16 പേഷ്യന്റ് അപ്പോൾ തന്നെ ഈ ടീം മറ്റെല്ലാ സ്റ്റാഫ് അത് എടുത്തിട്ട് MICU വാർഡ് 7 അവിടെയാണ് നമ്മൾ കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാട് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു.
പരിഭ്രാന്തിക്ക് അടിസ്ഥാനമില്ല എന്നും എന്താണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ച സാഹചര്യമെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമായിരുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക്കിന്റെ പ്രതികരണം. എനിവേ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പേഷ്യൻസ് എല്ലാം സേഫാണ്. ആ ഫയർ ഇൻസിഡന്റ് നടന്നപ്പോൾ നല്ല സ്മോക്ക് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫ് വേഗം റിയാക്ട് ചെയ്ത് അതെല്ലാം ഡോസ് ചെയ്ത്, അതുകൊണ്ട് വേറെ വലിയ ഇഷ്യൂസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഉടൻ തന്നെ പേഷ്യൻസ് എല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ആക്കി. അവരെല്ലാം സേഫാണ് ഇവിടെ. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരടക്കം വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് വെന്റിലേറ്ററിൽ ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണെന്ന് വൈകാതെ തന്നെ ഈ പരിശോധനയിലൂടെ വ്യക്തമാകുമെന്നാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് തിരിച്ചടി. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. SITയുടെ അപ്പീലിൽ തന്ത്രിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന അപ്പീൽ ഹൈക്കോടതി പരിഗണിച്ചു. തന്ത്രിയും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന് നിരവധി തെളിവുകളുണ്ടെന്ന് SIT കോടതിയെ അറിയിച്ചിരുന്നു. ശബരിമലയിൽ പോറ്റിയെ പ്രവേശിപ്പിച്ചത് തന്ത്രി കുടുംബമാണെന്നും സ്വർണ്ണപ്പാളി കടത്താൻ പോറ്റിയും തന്ത്രിയും മറ്റ് പ്രതികളും ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്നും SIT കണ്ടെത്തി. ശബരിമല തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT ഹൈക്കോടതി നൽകുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മാത്രമല്ല, വിചാരണ കോടതി തന്ത്രിക്കെതിരെ തെളിവില്ല എന്ന വിചാരണ കോടതിയുടെ കണ്ടെത്തലും ഉത്തരവും ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് SIT ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠര് രാജീവരുടെ ഫോണിൽ തന്ത്രിക്ക് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയതെന്ന് SIT ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല തന്ത്രിക്കെതിരെയുള്ള വലിയ തെളിവുകൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് SIT നൽകിയിരിക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷയോടൊപ്പമാണ് ഇത്തരം കാര്യങ്ങൾ SIT കോടതിയെ ബോധ്യപ്പെടുത്തിയത്. അതിന്റെ സാഹചര്യത്തിലാണ് തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. തന്ത്രിക്ക് തിരിച്ചടിയാകുന്ന ഒരു നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന്. പ്രത്യേകിച്ചും തന്ത്രി ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയിൽ കോടതിക്ക് നൽകിയിരിക്കുന്ന ഹർജിയിൽ കൃത്യമായി താൻ യുവതീ പ്രവേശത്തെ എതിർത്തതുകൊണ്ടും അല്ലെങ്കിൽ അതിനനുകൂലമായി സർക്കാരിന് അനുകൂലമായുള്ള തീരുമാനം എടുക്കാത്തതുകൊണ്ട് ചില പോലീസുകാർക്കും സർക്കാരിനും തന്നോടുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ തന്നെ കൊടുക്കാൻ കാരണമാക്കിയത് എന്നാണ് തന്ത്രി അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. തനിക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിചാരണ കോടതി തന്ത്രിക്ക് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. പക്ഷേ തന്ത്രിക്കെതിരെ വ്യക്തമായ തെളിവുകളുമായിട്ടാണ് SIT കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമാണ്. പോറ്റിയെയും കുടുംബത്തെയും ശബരിമലയിൽ കയറ്റിയത് തന്നെ തന്ത്രിയും കുടുംബവുമാണ് എന്നുള്ള കാര്യത്തിലും SITക്ക് വ്യക്തതയുണ്ട്. മാത്രമല്ല, തന്ത്രി എല്ലാ പൂജകൾക്കും അംശാദായം പറ്റുന്ന ആളായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു നിയമം അനുസരിച്ചിട്ട് തന്ത്രി എന്ന് പറഞ്ഞാൽ പൊതുസേവകനാണ് എന്നർത്ഥം. പക്ഷേ തന്ത്രിക്ക് നിരക്കുന്ന രീതിയിലല്ല തന്ത്രി പ്രവർത്തിച്ചത്. ഓരോ പൂജയ്ക്കും അംശാദായം പറ്റുന്ന ആളാണ്. കർണാടകയിലൊക്കെ നിരവധി പൂജകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കെയർ ഓഫിൽ തന്ത്രിക്ക് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ SIT കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, തന്ത്രിക്ക് കോടികളുടെ നിക്ഷേപമാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലുള്ളതെന്നും കോടതിയിൽ SIT ബോധ്യപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് SIT നൽകിയിരിക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്ന നീക്കത്തിലേക്ക് ഹൈക്കോടതി കടന്നത്. മാത്രമല്ല, തന്ത്രിക്കെതിരെ തെളിവില്ല എന്നുള്ള വിചാരണ കോടതിയുടെ ഉത്തരവിനും സ്റ്റേ ആയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട്ലൈറ്റ്.